എന്താണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യക്കാരാണ്. ഒരു 10% ആളുകൾ നമ്മുടെ നാട്ടിൽ ഭീകരവാദികളായി എല്ലാ മതത്തിൽ എന്നാൽ പോലും 90% ആളുകളും നിലവിൽ സാഹചര്യത്തിൽ അവരൊക്കെ ഒരു ദിവസം ചിലപ്പോൾ അവരുടെ ഒരു വലിയ കലാപത്തിൻ്റെ പിന്നിൽ മൗനികളായാൽ പോലും 2-ാം ദിവസം അവർ വേണ്ടെന്ന് തന്നെ പറയും. കാരണം അത്രയൊന്നും നമ്മുടെ രാജ്യം നശിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ നിന്ന് സൂഫികൾ ഇടപെട്ടൊന്നുമില്ല. സൂഫികളെ പണി RSSനെതിരെ മുദ്രാവാക്യം വിളിക്കല്ല. അതൊന്നും സൂഫികളെ പണിയല്ല. അത് എപ്പോഴും ഇത്തരം ഇന്റേണൽ വാർസ് ഏതൊരു സൊസൈറ്റിയിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതൊന്നും സൂഫികൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കുക. അതേ സമയത്ത് ഇതിനെ മുഴുവനും നശിപ്പിച്ചു കളയും വൈദേശിക ആധിപത്യം, കോളനൈസേഷൻ. ആധിപത്യം എന്ന് പറഞ്ഞാൽ കോളനൈസേഷൻ, അല്ലാതെ രാജ്യം ഒരു രാജ്യത്തേക്ക് കയറല്ല. കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആക്രമണമല്ല. കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ അടിമുടി മാറ്റുക. അവരുടെ സംസ്കാരം മാറും, ചിന്ത മാറും, വിദ്യാഭ്യാസം മാറും, ഭാഷ വരെ മാറും. ഇപ്പൊ പോർച്ചുഗീസുകാർ കയറിയ രാജ്യങ്ങളിലെല്ലാം ആ രാജ്യത്തിന്റെ ഭാഷ തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവർ പോർച്ചുഗലാണ് പറയുന്നത്, പോർച്ചുഗീസ് ഭാഷ പറയുന്നത്. പോർച്ചുഗീസ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ലോകത്തുണ്ടല്ലോ. എത്രയോ അമേരിക്കൻ നാടുകളുണ്ട്, എത്രയോ അമേരിക്കൻ രാജ്യങ്ങളിൽ പോർച്ചുഗീസാണ് ഭാഷ. എന്തുകൊണ്ട്? അവിടെ ആര് കയറി? പോർച്ചുഗലിൽ കയറി. അപ്പൊ ഭാഷ വരെ നശിപ്പിച്ചു. ഒരു നൂറ്റാണ്ട് കൊണ്ട് പോർച്ചുഗീസിനെ നമുക്ക് പുറത്താക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് മലയാളം ഇന്ന് നിലനിൽക്കുന്നത്. അത് മലയാളം എന്നൊരു ഭാഷ ഉണ്ടെങ്കിൽ അത് കുഞ്ഞാലിമാരുടെ മുന്നിൽ നമിച്ചേ തീരും. മലയാളത്തെ നിലനിർത്തിയത് കുഞ്ഞാലി മരക്കാർമാരാണ്, യാതൊരു മരക്കാർമാരാണ് അത് നിലനിർത്തിയത്. ഇല്ലെങ്കിൽ നശിപ്പിക്കും. ഇത്ര പ്രശ്നം ഡച്ചുകാർ വന്നപ്പോൾ ഉണ്ടായില്ല. മനസ്സിലോണ്ട് പറഞ്ഞത്? ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഉണ്ടായില്ല. ഉണ്ടായെങ്കിലും ഇത്ര ഉണ്ടായില്ല. ബ്രിട്ടീഷുകാർ എന്താണെങ്കിലും ആ രാജ്യത്തോട് താത്മാത്മ്യപ്പെട്ട് പോകാൻ പഠിച്ചോരാ നേരത്തെ തന്നെ. ഇപ്പോൾ പോർച്ചുഗലിന്റെയും ബ്രിട്ടന്റെയും മതപരമായ ചിന്താഗതികൾ പോലും രണ്ടാണ്. വളരെ കുടുസായ മതവീക്ഷണമാണ് പോർച്ചുഗലിൻ്റെത്. ബ്രിട്ടൻ അങ്ങനെയല്ല. ബ്രിട്ടനിൽ പണ്ടേ ഒരു മതമാണെങ്കിലും അതിനൊരു ലിബറൽ സൈഡ്. ഇപ്പൊ മാർട്ടിൻ ലൂതർ AD 15-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതറും സംഘമൊക്കെ വന്ന് പ്രൊട്ടസ്റ്റന്റ്സ് ഒക്കെ വന്നപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച രാജ്യമാണ് എന്ത്? ബ്രിട്ടൻ. മനസ്സിലോണ്ട് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അതിൻ്റെതായ ചില കച്ചവട താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ അധികാരത്തിന് കയറിയിട്ടുണ്ട്. 1757 പ്ലാസി യുദ്ധത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് അധികാരം വാണത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. പിന്നെ 947 പുറത്താക്കുന്നത് വരെയും അവർക്കാണ് അധികാരം. ഏകദേശം 190 വർഷങ്ങൾ. ഏകദേശം 190 വർഷമല്ല, 190 വർഷം. AD 1757 മുതൽ 1947 വരെയുള്ള 190 വർഷങ്ങൾ. ഈ കാലം അധികാരം വാണത് പോർച്ചുഗലാണെങ്കിൽ നമ്മുടെ ഭാഷ സാധനം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. പോർച്ചുഗീസുകാരോട് നമ്മൾ അടിച്ചതുപോലെയുള്ള അടി പിന്നെ ഡച്ചുകാരോടും ബ്രിട്ടീഷുകാരോടും അടിച്ചിട്ടുമില്ല. ഒരു നിലക്ക് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ നമ്മളെ സഹായിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരെ നമ്മൾ അകറ്റി നിർത്തിയെങ്കിലും ഒരു സ്വാഗതത്തോട് ചെയ്തുകൊണ്ട് അകറ്റി നിർത്തുക ചെയ്തത്. അവർ നമ്മളെ വല്ലാതെ ഒന്നും നശിപ്പിച്ചിട്ടുമില്ല. 1757 സിറാജുദ്ദൗലയെ തോൽപ്പിച്ച്, ബംഗാളിലെ സിറാജുദ്ദൗലയെ തോൽപ്പിച്ച് അധികാരത്തിൽ വന്ന, പ്ലാസി യുദ്ധത്തിൽ അധികാരത്തിൽ വന്ന 1757 മുതൽ ബ്രിട്ടൻ അധികാരത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ അധികാരത്തിൽ കയറി. പിന്നെ തെക്കും വടക്കും ഒക്കെ അവർ കയറി. 1947 അവർ പുറത്തു പോവുകയും ചെയ്തു. 190 വർഷങ്ങളാണ് അവർ നിന്ന്. അതായത് സൗകര്യങ്ങളുള്ള കാലങ്ങൾ. പോർച്ചുഗൽ ഇവിടെ വരുമ്പോൾ സൗകര്യങ്ങളില്ല. അവരുടെ കരാളഹസ്തങ്ങളെ കൂടുതൽ നീട്ടാനുള്ള സൗകര്യങ്ങളില്ല. ബ്രിട്ടൻ വന്നപ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. ആധുനികതയിൽ തന്നെ ഒരു അരനൂറ്റാണ്ട് ബ്രിട്ടൻ ഭരിച്ചു. ആധുനികതയെ നമുക്ക് പറയുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ വരുന്നതാണ് ആധുനികത. മനസ്സിലാണ്ട് പറഞ്ഞത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അവർ നിന്നു. ആ 50 വർഷം തന്നെ മതിയായിരുന്നു അവർക്ക് നാട് കുട്ടിച്ചോറാക്കാൻ.
പക്ഷേ എന്താണെങ്കിലും ബ്രിട്ടൻ നമ്മളെ മുതലൊക്കെ കട്ടുകൊണ്ടുപോയി നമുക്കൊരു തരം അടിമത്തം വിധിച്ചു. ആ അടിമത്തം ഇപ്പോഴും നമ്മുടെ തടിയിൽ നിന്ന് പോയിട്ടുമില്ല. എന്താണെങ്കിലും അവർ പോർച്ചുഗലിനെ പോലെ അപകടകാരിയായിരുന്നില്ല. അപ്പോൾ പടച്ച തമ്പുരാൻ നമുക്ക് തന്ന 4 മുതലാണ് ആര്? 4 കുഞ്ഞാലി മരക്കാർമാർ. കുഞ്ഞാലി 1-മൻ, കുഞ്ഞാലി 2-മൻ, കുഞ്ഞാലി 3-മൻ, കുഞ്ഞാലി 4-മൻ. പിന്നെ അതിന് നമ്മൾ തോളോട് തോളൊരുമുകയും ചെയ്തു. അതായത് ഒരേ സമയത്ത് ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും. അക്കാലത്ത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവർ സെയിന്റ് തോമസ് ക്രിസ്ത്യാനികളാണ്. അവരൊക്കെ യോജിച്ചു നിന്നു. അവർ തന്നെ ഫൗജുകൾ ഉണ്ടാക്കി. ക്രിസ്ത്യാനികൾക്കൊക്കെ അങ്കമാലി ബേസിൽ ഫൗജുകൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്ക്. അതായത് കുഞ്ഞാലി മരക്കാന്മാർ ചെയ്ത സമരം മലബാറിൽ ചെയ്തതുപോലെയുള്ളയോ അതിന് സമാനമായതോ ആയ സമരങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നാവികപ്പടയാണ് അവരെ തോൽപ്പിക്കാൻ ഏറ്റവും. എന്തുകൊണ്ട്? അക്കാലത്ത് നാവികപ്പട നയിക്കാനുള്ള കരുത്ത് മരക്കാന്മാർക്കുള്ളത്. അതുകൊണ്ടാണ് അവർ അത്രയും ലെജൻഡുകളായി അവരെ സമൂഹം കാണാനുള്ള കാരണം. കാരണം ഇവർ ആക്രമിച്ചത് എവിടുന്നാണ്? കടലിൽ നിന്നാണ്. അപ്പോൾ നല്ല നാവികന്മാരെയും കടലിൽ യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവരെയും വേണം. അത് കോഴിക്കോട്ടെ മരക്കാന്മാരുടെ നേതൃത്വത്തിലാണ് വന്നത്. അതുപോലെ മറ്റ് ചരിത്രങ്ങൾ എഴുതപ്പെട്ടില്ല. പക്ഷെ ഇവർ